KTMന്റെ 3 അഡ്വഞ്ചർ മോഡൽ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അഡ്വഞ്ചർ 250, അഡ്വഞ്ചർ 390, അഡ്വഞ്ചർ 390X ആണ്. ഈ 3 മോഡലിന്റെ പ്രൈസും ബാക്കി സ്പെക്സ് വൈസ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഡ്വഞ്ചർ 250 നോക്കുകയാണെങ്കിൽ ഡിസൈൻ്റെ ഭാഗത്തുനിന്ന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പഴയ ഡിസൈൻ അല്ല, ഇതൊരു പുതിയ ഡിസൈനാണ്. പഴയ അഡ്വഞ്ചർ 250 ഡ്യൂക്കിൻ്റെ ഒരു സിമിലർ ലുക്കാണ് വരുന്നത്. പക്ഷേ ഇതൊരു ഡക്കാർ മോട്ടോർ സൈക്കിളിൻ്റെ ലുക്കാണ് ഇപ്പം പുതുതായിട്ട് അവർ കൊടുത്തിട്ടുള്ളത്. ആ ഒരു ഡക്കാർ റാലി മോട്ടോർ സൈക്കിൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് ലുക്കൊക്കെ ഡിസൈനൊക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ ഒരു LED ലൈറ്റും ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. വലിയൊരു വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ WP അപ്പെക്സിൻ്റെ UHT ഫോർക്കാണ്. ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിലിറ്റിയിൽ ഷോക്കല്ല വന്നേക്കുന്നത്, നോർമൽ ഷോക്കാണ്. ബാക്കിൽ പ്രീലോഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റബിലിറ്റി ഇല്ല, മോണോ ഷോക്ക് വരുന്നുണ്ട്. ഷോക്കിൻ്റെ ട്രാവൽ വരുന്നത് ഫ്രണ്ടിൽ 200 mm ബാക്കിൽ 205 mm ആയിട്ടുള്ള ട്രാവലാണ്. വണ്ടിക്ക് ഒരു 14.5 ലിറ്ററിൻ്റെ ഫുൾ ടാങ്ക് ആണ്. ഫുൾ ടാങ്ക് അടിച്ചാൽ ഏകദേശം ഒരു 450 കിലോമീറ്ററോളം ഓടാൻ പറ്റുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 177 kg ആണ് വണ്ടീൻ്റെ കാർബ് വെയിറ്റ് വന്നേക്കുന്നത്. 825 mm ആണ് വണ്ടീൻ്റെ സീറ്റ് വെയിറ്റ്. 227 mm ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും വരുന്നുണ്ട്. എഞ്ചിൻ നോക്കുകയാണെങ്കിൽ പഴയൊരു സെയിം എഞ്ചിൻ തന്നെയാണ്. 249cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. 31 PS ഓഫ് പവറും 25 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. വണ്ടിയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 5 ഇഞ്ചിൻ്റെ TFT മീറ്റർ കൺസോളാണ്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 10x10 നാവിഗേഷനൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ വണ്ടീൻ്റെ ത്രോട്ടിലൊക്കെ റൈഡ് ബൈ വയർ സിസ്റ്റമാണ്. പിന്നെ വണ്ടിക്ക് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. ബൈ ഡയറക്ഷൻ ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററും അവൈലബിൾ ആണ്. ഇനി വണ്ടിയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 2.6 lakh ആണ് വണ്ടിയുടെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. ഓൺ റോഡ് ഏകദേശം ഒരു 3,29,000 രൂപയായിരിക്കും പ്രൈസ് വരാൻ പോകുന്നത് അപ്രോക്സ്. ഇനി അഡ്വഞ്ചർ 390 നോക്കുകയാണെങ്കിൽ 250 390 ഏകദേശം ഇപ്പോൾ ഒരേപോലെയാണ് കാണാൻ പറ്റുന്നത്. വണ്ടി കുറച്ച് മാറ്റങ്ങൾ ഉണ്ടെങ്കിലും വണ്ടീൻ്റെ ലുക്കൊക്കെ രണ്ടും സെയിം തന്നെയാണ്. ഫ്രണ്ടിൽ WP അപ്പെക്സിൻ്റെ UHT ഫോർക്കാണ്. അഡ്ജസ്റ്റബിലിറ്റിയിലെ UHT ഫോർക്കാണ്. റീബൗണ്ടും കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 870 mm ആണ് വണ്ടീൻ്റെ സീറ്റ് വെയിറ്റ്. 165 kg ആണ് വണ്ടീൻ്റെ കാർബ് വെയിറ്റ് വന്നേക്കുന്നത്. പിന്നെ ഒരു 5 ഇഞ്ചിൻ്റെ TFT മീറ്റർ കൺസോൾ വണ്ടിക്കുണ്ട്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി 10x10 നാവിഗേഷനൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഒരു വൈഡ് ആയിട്ടുള്ള അലൂമിനിയം ടൈപ്പിലുള്ള ഹാൻഡിൽ ബാർ ആണ്. സീറ്റും കുറച്ച് ഓഫ് റോഡ് ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ എണീറ്റ് നിന്ന് ഓട്ടാനൊക്കെ വണ്ടി നൈസ് ആയിരിക്കും. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പഴയ എഞ്ചിൻ അവർ റീപ്ലേസ് ചെയ്തിട്ട് 398cc ആയിട്ടുള്ള പുതിയ ഡ്യൂക്കിൻ്റെ എഞ്ചിനാണ് യൂസ് ചെയ്തേക്കുന്നത്. 45 bhp പവർ 8500 RPM-ലും 39 Nm ടോർക്ക് 7000 RPM-ലാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. വണ്ടി 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പിന്നെ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും കൂടി അവൈലബിൾ ആണ്. പിന്നെ റൈഡ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിൽ സിസ്റ്റം ആണ്. 3 റൈഡിംഗ് മോഡ്സ് വരുന്നുണ്ട്. ബൈ ഡയറക്ഷൻ ആയിട്ടുള്ള ക്വിക്ക് ഷിഫ്റ്ററും അവൈലബിൾ ആണ്. പിന്നെ കോർണറിംഗ് ABS സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോളൊക്കെ വണ്ടിക്കുണ്ട്. ഇതുകൂടാണ്ട് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഓഫ് റോഡ് മോഡും കൂടി 390 അവൈലബിൾ ആണ്. വണ്ടിയുടെ ടയർസ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 90/90ൻ്റെ 21 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽ ടയർസ് ആണ്. ബാക്കിൽ 140/80 സെക്ഷൻ ആയിട്ടുള്ള 18 ഇഞ്ചിൻ്റെ ടയർസ് ആണ്. സ്പോക്ക് വീൽ ടയർസ് തന്നെയാണ്. വണ്ടിയുടെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ 3,68,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. ഇനി 390X നോക്കുകയാണെങ്കിൽ ഇത് 390ൻ്റെ ഒരു ബേസ് മോഡലാണെന്ന് വേണമെങ്കിൽ പറയാം. എഞ്ചിനും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആ ഒരു 390 ഉപയോഗിച്ച സെയിം എഞ്ചിൻ തന്നെയാണ് വരുന്നത്. ഡിസൈനും രണ്ടും സെയിം തന്നെയാണെങ്കിലും 390Xും 390 ചെറിയ മാറ്റമുണ്ട്. 390 നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. പിന്നെ വണ്ടിയുടെ ടയർസിലൊക്കെ ചെറിയ മാറ്റമുണ്ട്. സെക്ഷനിലൊക്കെ ചെറിയ മാറ്റമുണ്ട്. ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ അലോവിയൽ ടയർസ് ആണ്. ഫ്രണ്ട് ഷോക്കിൽ WP അപ്പെക്സിൻ്റെ UHT ഫോർക്ക് ആണെങ്കിലും ഫ്രണ്ട് റീബൗണ്ടും കംപ്രഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അഡ്ജസ്റ്റബിൾ ഷോക്കല്ല. ഫ്രണ്ടിൽ 200 mm ട്രാവലും ബാക്കിൽ 205 mm ആയിട്ടുള്ള ട്രാവൽ സെറ്റപ്പാണ്. ഈ ഒരു 390X ആയിട്ടുള്ള മാറ്റങ്ങൾ നേരത്തെ പറഞ്ഞ ടയർസിൽ ചെറിയ മാറ്റമുണ്ട്. പിന്നെ വണ്ടിയുടെ സീറ്റ് ആയിട്ട് കുറച്ച് കുറവാണ്. കുറച്ച് ഫീച്ചേഴ്സ് കട്ടിങ് അവർ കൊടുത്തിട്ടുണ്ട്. 390 കണ്ടിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ, കോർണറിംഗ് ABS, സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോൾ അതൊന്നും 390Xന് വരുന്നില്ല. ഈ ഒരു 390Xന് അവർ ട്യൂബ്ലെസ് ടയർസ് കൊടുക്കുന്നില്ല. സ്പോക്ക് വീലല്ല, അലോവിയിലാണ്. പ്രൈസിന് നല്ല മാറ്റമുണ്ട്. 2,91,000 രൂപയാണ് 390Xൻ്റെ പ്രൈസ് വരുന്നത്, എക്സ്ഷോറൂം പ്രൈസ്.